മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കരുണ തന്റെ മുന്നിൽ കാഴ്ചവെച്ചത് പക്ക അഭിനയമാണെന്ന് അറിഞ്ഞിട്ടും മോഹിനിയാണെങ്കിൽ പ്രതാപനെയും മുത്തശ്ശിയെയും വെറുതെ വിടാനായിട്ട് കണ്ണനോടും ലേഖയോടും അനന്തുവിനോടും മഹിയോടും ആവശ്യപ്പെടുന്നു. ഇനി അവർ അമ്മയെ തൊട്ടുപോലും നോവിക്കരുത്, അതിനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടേ ഞങ്ങൾ അവരെ എന്തായാലും വെറുതെ വിടാൻ പോകുന്നുള്ളൂ എന്ന് തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ കരുണയാണെങ്കിൽ സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട്. പോലീസുകാരനാണെങ്കിൽ ഒരു മുദ്രപേപ്പർ അവർക്ക് നേരെ നീട്ടുകയാണ്. അതായത് ഒരു കരാർ പോലെ മോഹിനിയെ വാക്കുകൊണ്ട് പോലും നോവിക്കരുത്, അങ്ങനെ ചെയ്താൽ ശിഷ്ടകാലം ജയിലിലായിരിക്കുമെന്നും പുറം ലോകം കാണില്ല എന്നൊക്കെയുള്ള കടുത്ത നിബന്ധനകളാണ് അതിൽ എഴുതി കൂട്ടിയിരിക്കുന്നത്. പ്രതാപനും മുത്തശ്ശിയും ആകെ ഷോക്കാവുന്നുണ്ട്. എന്തായാലും വേറെ വഴിയില്ലാതെ അവരാണെങ്കിൽ അത് ഒപ്പിട്ട് കൊടുക്കുകയാണ്. പിന്നീട് കരുണയാണെങ്കിൽ ഇതിനൊക്കെ കാരണക്കാര് അച്ഛനും മുത്തശ്ശിയും തന്നെയാണ്, അമ്മ എന്തിനങ്ങനെ തല്ലാൻ പോയെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവരോട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും തിരിച്ചു വീട്ടിലേക്ക് വരികയാണ്. ഈ സമയം മഹാലക്ഷ്മിയും മോഹിനിയും അവിടെയുണ്ട്. അവരാണെങ്കിൽ കരുണയും മുത്തശ്ശിയും പ്രതാപനും സ്റ്റേഷനിൽ നിന്നും വരുന്നത് കാണാൻ തന്നെയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. മഹിക്കാണെങ്കിൽ തീർത്ത തീരത്തെ ദേഷ്യമാണല്ലോ മോഹിനിയെ ഉപദ്രവിച്ചത്. അതുകൊണ്ട് തന്നെ തന്റെ കണ്ണുകൊണ്ട് പോലീസുകാർ പ്രതാപനെയും മുത്തശ്ശിയെയും ഉപദ്രവിച്ചത് കാണണമെന്ന് മഹിക്കൊരു വാശിയാണ്. എന്തായാലും അവർക്ക് മുന്നിലൂടെ നടന്നു പോകാനായിട്ട് വല്ലാത്ത നാണക്കെട്ടാണ് കരുണയ്ക്കും മുത്തശ്ശിക്കും പ്രതാപനും തോന്നുന്നത്. അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്, ഞങ്ങളെ ഈ കോലത്തിലാക്കിയ നിന്റെ ഈ അഹങ്കാരത്തിന് നീ ഒരുപാട് സ്നേഹിക്കുന്ന ഈ മോള് കാരണം കൊണ്ട് നീ കരയേണ്ടി വരുമെന്നൊക്കെ മോഹിനിയോട് പറയുന്നു. അങ്ങനെ ശാപവാക്കുകളുമായിട്ടാണ് മുത്തശ്ശി അകത്തേക്ക് കയറി പോകുന്നത്. എന്തായാലും പ്രതാപനും മഹാലക്ഷ്മിയും ഈ സമയം വഴക്കുണ്ടാക്കുന്നുണ്ട്. എന്റെ അമ്മയെ ഇനി നുള്ളി പോലും നിങ്ങൾ നോവിക്കരുത്, അങ്ങനെ ചെയ്താൽ അറിയാൻ കണ്ണേട്ടൻ ഇപ്പൊ എന്റെ കൂടെ ഇല്ലാത്തുള്ളൂ, പ്രഗത്ഭനായിട്ടുള്ള വക്കീൽ അനന്തു അദ്ദേഹം എന്റെ കൂടെ തന്നെയുണ്ട്, എന്തിനേതിനിപ്പൊ ചങ്ക് പൊറിച്ചു കൊടുക്കാനായിട്ട് അവരെനിക്കുണ്ടെന്നൊക്കെ പറയുമ്പോ നിന്റെ അഹങ്കാരത്തിന് തിരിച്ചടി കിട്ടിയിരിക്കോടി, ഈ ഒരു ശിക്ഷയുണ്ടല്ലോ അത് പ്രതാപൻ ഒരിക്കലും മറക്കാൻ പോകുന്നില്ലെന്നൊക്കെ പറയുന്നു. ആയിക്കോട്ടെ, എനിക്ക് എന്റെ അമ്മയുടെ കാര്യത്തിൽ മാത്രം തീർച്ച കിട്ടിയാൽ മതി, നിങ്ങൾ മറക്കാതിരിക്കുക, എന്താന്ന് വെച്ചാൽ ചെയ്തോന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി ആണെങ്കിൽ തിരിച്ചടിക്കുകയാണ്. പിന്നീട് പ്രതാപനും മുത്തശ്ശിയും കരുണയും ചേർന്ന് വീണ്ടും പദ്ധതികൾ പ്ലാൻ ചെയ്യുകയാണ്. കരുണ പറയുന്നുണ്ട്, സത്യത്തിൽ അവളുടെ മുന്നിലൂടെ നിങ്ങളുമായിട്ട് വരുമ്പോൾ എനിക്കെന്റെ തൊലി ഉരിഞ്ഞു പോയി. ആദ്യമായിട്ടാണ് ഞാൻ അവളുടെ മുന്നിൽ പോയി ഇങ്ങനെ കാല് പിടിച്ച് കരഞ്ഞ് അപേക്ഷിച്ചത്. ഒരിക്കലും അതൊന്നും ഞാൻ സഹിക്കുന്ന കാര്യമല്ല, നിങ്ങൾ കാരണം കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറയുമ്പോൾ മോളെ ഒരു സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു, സത്യത്തിൽ അവളെ കൊല്ലാനുള്ള ദേഷ്യമാണ് ഉണ്ടായിരുന്നത്, അറിയാലോ ആ മോഹിനി അങ്ങനെയൊക്കെയാ കാണിച്ചു കൂട്ടിയത്, നിനക്കറിയില്ല നിന്റെ അമ്മയുടെ അഹങ്കാരം ഇപ്പൊ ഈയിടെയായിട്ട് ഭയങ്കര കൂടുതലാണെന്നൊക്കെ പറയുമ്പോൾ എല്ലാം അറിയാച്ച. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ കണ്ണേട്ടന്റെയും മേഘേട്ടന്റെയൊക്കെ ചോര തിളപ്പിച്ചുകൊണ്ടുള്ള പരിപാടികൾ മതി ഇനി അങ്ങോട്ട്, അല്ലാതെ നമ്മൾ തോറ്റു പോകത്ത് മാത്രമേ ഉള്ളൂ. മേഘേട്ടൻ എന്തായാലും ഇപ്പോ കിടന്ന അവസ്ഥയിലാണ്, പക്ഷെ കണ്ണേട്ടനെ കൊണ്ട് നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നടപ്പിലാക്കാം, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യും. എന്തായാലും ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് കണ്ണനാണെങ്കിൽ കമലേശ്വരത്തിലേക്ക് തിരിച്ചെത്തുകയാണ്. ഈ സമയം ദുർഗയാവട്ടെ കണ്ണനോട് കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായിട്ട് അവതരിപ്പിക്കാൻ തീരുമാനിക്കുന്നു. ദുർഗ പറയുന്നുണ്ട്, ദേ നോക്ക് അവളുടെ അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട്, അറിയാലോ ഇവിടെ മോളുടെ അച്ഛനെയും മുത്തശ്ശിയെയുമാണ് അവൾ സ്റ്റേഷനിലേക്ക് കയറ്റിയിരിക്കുന്നതൊക്കെ പറയുമ്പോൾ അതിന് കാരണമുണ്ട് അമ്മേ, ആ പാവം അമ്മയെ തല്ലി ചതച്ചിട്ടാണ് അയാളെയും അയാളുടെ അമ്മയെയും സ്റ്റേഷനിലേക്ക് കയറ്റിയത്, അല്ലാതെ കാര്യമില്ലതെന്നല്ലെന്ന് പറയുമ്പോ ഓ അപ്പൊ നീയും ഇപ്പോ അവരുടെ കൂടെയാണോ? ഞാൻ അവരുടെ കൂടെയല്ല, പക്ഷെ ഒരു സ്ത്രീയെ തല്ലുന്നത് അത് ശരിയായിട്ടുള്ള കാര്യമാണോ എന്നൊക്കെ കണ്ണൻ തിരിച്ചു ചോദിക്കുന്നു. അതൊന്നും നമ്മുടെ വിഷയമല്ല കണ്ണ, പക്ഷെ നീ അവളെ എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് ചെയ്യണം, അവൾക്ക് എഴുതി കൊടുത്ത സ്വത്തൊക്കെ തന്നെ തിരിച്ചു വാങ്ങാനുള്ള പരിപാടികൾ നോക്കണം. ഇപ്പോ അനന്ത് കൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിലാണ് അവൾ കടന്ന് കളിക്കുന്നത്. ഇവിടെ മോള് എത്രത്തോളം വിഷമിച്ചെന്ന് നിനക്കറിയോ? എനിക്ക് കണ്ടിട്ട് സഹിക്കാൻ കഴിയില്ല എന്നൊക്കെ കരുണയെ കുറിച്ച് ദുർഗ പറയുന്നു. ഈ സമയം കണ്ണനാണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇവര് മറ്റെന്തോ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. അങ്ങനെ ദുർഗ പറയാണ്, ദേ ഒരു കാര്യം ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, ഇവിടെ നീ എന്തായാലും അവളെ ഡിവോഴ്സ് ചെയ്താൽ തനിച്ചാവാനൊന്നും പോകുന്നില്ല, നിനക്ക് കൂട്ട് ഞങ്ങൾ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി പുറമേ നിന്നൊരു പെണ്ണ് വേണ്ട നിന്റെ ജീവിതത്തില്, അതിന് പകരമായിട്ട് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരു പെണ്ണിനെ എടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഇതൊക്കെ കേട്ട് സ്വാതിയാണെങ്കിൽ നാണത്തോടെ അങ്ങനെ നിൽക്കുകയാണ്. അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? മോനെ നീ അവളെ എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് ചെയ്യാം, എന്നിട്ട് ദേ ഈ നിൽക്കുന്ന സ്വാതി ഉണ്ടല്ലോ അവളെ നീ അങ്ങ് വിവാഹം കഴിക്കണം. അമ്മ എന്തേ പറയുന്നത്? സ്വാതി എന്റെ സ്വന്തം അനിയത്തിയെ പോലെയാണെന്നൊക്കെ പറയുമ്പോ എടാ അനിയൻ ആ ബന്ധമൊക്കെ അവിടെ നിൽക്കട്ടെ, ഇവളെ മുറപ്രകാരം നിന്റെ ഭാര്യയായിട്ട് വരേണ്ടവളാണ്, അതായത് നിന്റെ പുറപ്പെണ്ണ്. ആദ്യം നമ്മൾ തീരുമാനിച്ചതാണല്ലോ, അന്ന് ചില സാഹചര്യങ്ങൾ കൊണ്ട് അത് നടക്കാതെ പോയി, പക്ഷെ ഇന്ന് അങ്ങനെയല്ല, സ്വാതിക്കും നിന്നോട് ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ട്, അവൾ അതുകൊണ്ട് മാത്രമാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അറിയാലോ നിനക്ക് വേണ്ടിയിട്ട് അടുക്കളയിൽ പോലും കയറാത്ത ഇവളാണെങ്കിൽ അടുക്കളയിലേക്ക് കയറാൻ തുടങ്ങി. അതുകൊണ്ട് മോനെ നീ ഇവളുടെ ഇഷ്ടങ്ങളൊന്നും കണ്ടില്ലെന്ന് നടിക്കരുത്, ഇനി മുതൽ നീ അവളെ ഭാര്യയാവാനുള്ള കണ്ണിൽ നോക്കിയാൽ മതി എന്നൊക്കെ പറയുന്നു. മാത്രമല്ല ആ മറ്റവളെ ഡിവോഴ്സ് ചെയ്ത് കളയണം, അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങണം എന്നൊക്കെ പറഞ്ഞ് ദുർഗയാണെങ്കിൽ അലറി വിളിക്കുന്നു. അങ്ങനെ കണ്ണനാണെങ്കിൽ മറുത്തൊന്നും പറയുന്നില്ല. നിങ്ങളുടെ ഒരാഗ്രഹവും നടക്കാൻ പോകുന്നില്ലെന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് അവനാണെങ്കിൽ അകത്തേക്ക് കയറി പോകുന്നു. പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ തന്നെ മഹിയോട് വിളിച്ച് പറയുന്നുണ്ട്. ഈ സമയം പ്രതാപനും മുത്തശ്ശിയും തങ്ങൾക്ക്
ഏൽക്കേണ്ടി വന്ന അപമാനം സഹിക്കാൻ കഴിയാതെ നീറിക്കൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശി പറയുന്നുണ്ട്, എന്റെ ഈ ഇത്രയും കാലത്തിനൊടുവിൽ ഇതുവരെയും ഞാൻ ഒരു പോലീസ് സ്റ്റേഷനിൽ പോലും കയറിയിട്ടില്ല. പക്ഷെ നിന്റെ ഭാര്യ ഇത് ചെയ്യിപ്പിച്ചു. നിന്റെ ഭാര്യയല്ല, അവളുടെ കൂടെയുള്ളവർ. എടാ പ്രതാപ, ഇത് ഞാൻ സഹിക്കില്ലടാ. എനിക്ക് ഇതിനുള്ള പകരം ചോദിച്ചേ മതിയാവുള്ളൂ എന്ന് പറയുമ്പോ, അമ്മേ, ഡയറക്റ്റ് ആയിട്ട് ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. പക്ഷെ ആ മഹാലക്ഷ്മിയുടെ വയറ്റിലുള്ള കുഞ്ഞ് അത് ഈ ഭൂമി കാണരുത്. അതിനെ കൊല്ലണമേ. ഞാൻ എന്തായാലും കൊന്നിരിക്കും. ഇന്ന് രാത്രിയോട് കൂടിയിട്ട് എല്ലാത്തിനും തീരുമാനമാകും. ഇനിയിപ്പോ ജയിലിൽ കടന്നാലും വേണ്ടില്ല, ഞാൻ ആ ഒരു കൃത്യം നിർവഹിക്കാൻ പോവണമെന്നൊക്കെ പറയുന്നു. എന്തായാലും അയാളും ഭ്രാന്തനെ പോലെ അലറുകയാണ്. എടാ, നീ എന്തൊക്കെയാ പറയുന്നത്? അറിയാലോ കാര്യങ്ങൾ, എനിക്കെല്ലാം അറിയാമേ. ഇനി അവളുടെ അഹങ്കാരം കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് കഴിയില്ല. ഇന്ന് രാത്രി എന്തായാലും ഞാൻ ആ കാര്യം ചെയ്യാൻ പോവണം എന്നൊക്കെ പ്രതാപനാണെങ്കിൽ ഉറച്ചു പറയുകയാണ്. എന്തായാലും അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.